ഇനി നമുക്ക് ചിക്കൻ ചിക്കൻ നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടുണ്ട് ഗൈസ് ചിക്കൻ കഴിക്കുന്നത്. ഇവിടെ നമ്മുടെ കറി ഓണായിക്കൊണ്ടിരിക്കട്ടെ. അതിനിടയിൽ ഞാൻ ചിക്കൻ ഇട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ പ്രോഗ്രാമോ പരിപാടിയോ ഒന്നുമല്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് പ്രോഗ്രാമിന്റെ വീഡിയോ ചെയ്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി, നിനക്ക് ഈ പ്രോഗ്രാമിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വേറൊരു വെറൈറ്റി പരിപാടി ചെയ്യാൻ കരുതി. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയിട്ട് എന്തൊരു സാധനം കുക്ക് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഇന്നിവിടെ വീട്ടിൽ അമ്മയില്ല, അച്ഛനും ഇല്ല, ആരും ഇല്ല, അതായത് ഞാൻ മാത്രമേ ഉള്ളൂ. കേട്ടോ, സമയം ഉച്ച കഴിഞ്ഞ് 3:15. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും സാധനം കുക്ക് ചെയ്യാന്ന് കരുതിയിട്ട് വെച്ചാട്ടാ. ഓൾറെഡി ഞാൻ രാവിലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കാരണം അമ്മ പോകുമ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്നാണ് സമയം ഒത്തുവന്നത്. ഇന്ന് പിന്നെ ആരും ഇല്ലല്ലോ, അവിടെ ഇനിയിപ്പോൾ എന്തെങ്കിലും കുളത്തുണ്ടി കഴിഞ്ഞാലും ആരും അറിയില്ല, നമുക്ക് എല്ലാം തട്ടിക്കളാണ്. അപ്പോൾ ഗൈസ് ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കാം. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ എല്ലാം രാവിലെ തൊട്ടേ കണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ പരിപാടിയൊന്നും ഇല്ല, ചെറുതായിട്ടൊരു ഒരു ഗ്രേവി ടൈപ്പ് അങ്ങനെ സാധനം. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, നമുക്കൊരു പേരിടാം. എന്തായാലും സാധനം നന്നായാലും കുളമായാലും അതിന് വേണ്ട ഒരു പേര് നമുക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. അതേ 2 സവാള, അതുപോലെ ഒരു നാരങ്ങ, ഒരു വെളുത്തുള്ളി, ഒരു ഇഞ്ചിയുടെ കഷ്ണം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി വെക്കണം. ഇതൊക്കെ നന്നാക്കി അരിഞ്ഞ് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ നാരങ്ങയുടെ നീര് മാത്രം മാറ്റി വെക്കണം. ഇതെല്ലാം നല്ല ചെറുതാക്കിയിട്ട് അരിയണം. ഇത് ചെറിയ പീസ് മതിയാവും കേട്ടോ, ഒരു മീഡിയം സൈസ് ഇത്ര മതിയാവും എന്ന് വിചാരിക്കുന്നത്. ഇതും തോലൊക്കെ പൊളിച്ച് വെക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വരാം ഗൈസ്. കുഴപ്പമില്ല കേട്ടോ, സംഭവം നമ്മളിതിൽ പ്രോ അല്ലെങ്കിലും നൈസായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ പീസായിട്ട് ഇങ്ങനെ ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ എരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പിന്നെ നമ്മൾ അരിയലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ സവാള ഞാൻ നല്ല കുനുകുന എന്ന് അരിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറുതായിട്ടുണ്ടെന്നാണ്. ഇതിലും ചെറുതാവലൊക്കെ ചിലപ്പാവുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. ഇത് വെളുത്തുള്ളി സെറ്റാക്കി. ഇഞ്ചി ഞാൻ ഈ ഒരു ചെറിയ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മതിയാവട്ടോ ചിലപ്പോൾ. അതുപോലെ നാരങ്ങ നീര് ഇതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. 1 കിലോ ഉണ്ടാവില്ല, ഒരു കിലോ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ്. എനിക്ക് തോന്നുന്നൊരു 3/4 കിലോ എന്തായാലും ഉണ്ടാവും. ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകാം. നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകാം. വെള്ളമില്ലേ? വെള്ളമുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ടുണ്ട് ഗൈസ് ചിക്കൻ കഴിക്കുന്നത്. പോലെ അങ്ങനെ ലൈഫിൽ ആദ്യമായി ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ചിക്കൻ ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകേണ്ടി തോന്നുന്നിട്ടാ. അമ്മേൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു നല്ലോണം കഴുകണം എന്നുള്ളത്. അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അല്ല, അമ്മ കൂട്ടൂല. അപ്പോൾ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ടാ. ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ജുട്ടൻ പീസുകൾ.
അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മൾ കഴുകി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് വെക്കണം. ആ സമയത്ത് നമുക്ക് ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മറ്റ് സാധനങ്ങളും സെറ്റ് ചെയ്യാം. ഓൾറെഡി ഞാൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഇത് മൊത്തം ഇന്നത്തെ നമ്മുടെ ഡിഷിൻ്റെ റെസിപ്പി പരിപാടികളാണ്. അപ്പം ആദ്യം നമുക്ക് ഇതിലേക്ക് എന്താ എടുക്കേണ്ടത്? ഫസ്റ്റ് ചിക്കൻ എടുത്തു, മഞ്ഞപ്പൊടി, അര, ഉപ്പ്. ഓക്കെ. ആദ്യം മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം. മഞ്ഞപ്പൊടി, ഉപ്പ് സെറ്റ് ഇട്ടാണ്. എത്രയാണ്? മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂണ് ഇത്ര ഉണ്ടല്ലോ സാധനം. പിന്നെ ഒരു 3/4 സ്പൂൺ ഉപ്പ് വേണം. ഇത് ആദ്യം മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ സെറ്റാക്കി വെക്കുന്നത് ഞാൻ മിക്സിയിലിട്ടിട്ട് ചെറിയൊരു ഇത് പൊടിക്കാനുണ്ട്. അപ്പം അതിന് നമ്മൾ ആദ്യം മിക്സിയുടെ ചെറിയ ജാറെടുക്കണം. ജാറെടുത്തിട്ട് അതിലേക്ക് 1-2 പൊടികളും സാധനങ്ങളൊക്കെ സെറ്റായിട്ട് ഇതാക്കണം. കാണിച്ചാൽ അത് മിക്സിയിൽ നമ്മൾ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. ചെറിയ മിക്സി ജാർ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് എരിവിനല്ല. മല്ലിപ്പൊടി 1.5 സ്പൂണ്, പെരിഞ്ജീരകം 1/2 സ്പൂൺ. തൂക്കേ മല്ലിപ്പൊടി ഇതണ്ട. ഇത് അത്യാവശ്യം പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതിയാവോ സാധനം? മതിയാവും വിചാരിക്കുന്നേ. ഇനി എന്താ ഇതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഇടണം. പിന്നെ കുറച്ച് കറിവേപ്പില അത് നമ്മൾ മറന്നുപോയ സാധനം. വെളുത്തുള്ളി ഇത് മൊത്തം എടുത്തിട്ടുണ്ട്. 1, 2, 4, 6, 8, 10, 12, 10, 15, 16 അങ്ങനെ എന്തോ പീസ് വെളുത്തുള്ളി. ഇനി ഒരു 4 കറിവേപ്പില എവിടെയോ ഉണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നല്ലോ. ഒരു ഇച്ചിരി കറിവേപ്പിലയും ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതൊന്ന് നൈസായിട്ട് ഒന്ന് അടിച്ചാൽ മതി എന്നാണ് അതിൽ പറഞ്ഞത്. ഭയങ്കരമായിട്ട് പൊടിയാവാൻ പാടില്ല. ഇന്ന് തൂക്കും, അമ്മ ഞെട്ടും, അമ്മ നമ്മളെ ഞെട്ടിക്കും. അപ്പോൾ നമ്മളെ മസാല അവിടെ കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കനും മസാലയൊക്കെ പൊട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഗ്യാസ് ചെയ്യേണ്ട കുറച്ച് പരിപാടി ഉണ്ടല്ലോ. അതായത് ചട്ടി ചൂടാക്കി സെറ്റ് ചെയ്യണമല്ലോ. ഇതൊക്കെ ഞാൻ ഓൾറെഡി കഴുകിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയതാണ്. നമ്മളത് കത്തിച്ച് ലോ ഫ്ലെയിം, സിമ്മ്, ഓണത് ലോയും ഇതൊക്കെ എവിടെയാണ്? ലോ ഫ്ലെയിമിലൊക്കെ ഇടാനും അതുപോലെ മീഡിയത്തിലൊക്കെ ഇടാൻ പറയുന്നുണ്ട്. മീഡിയം എവിടെയാണെന്ന് എനിക്ക് പിടുത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. സിമ്മുണ്ട്, ഓണുണ്ട്, ഓഫുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വെക്കാം. ചൂടാവുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം എന്ത് ചെയ്യണം? അല്ല, ചട്ടി ചൂടായിട്ട് ലോ ആക്കി വെക്കുന്നതല്ലേ. അതായത് ചട്ടി ചൂടാക്കുക. 1/2 ടേബിൾ സ്പൂണേ വെളിച്ചെണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം കേട്ടോ അതിലേക്ക്. പട്ടയും കറാമ്പൂ ഈ സാധനങ്ങളില്ലേ, സവാള നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സവാള ആണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം. അതിൽ ചുവന്ന കളറായി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അണ്ടിപ്പരിപ്പും മുന്തിരി. സ്പെഷ്യൽ സാധനം ഏതാണെന്ന് വിചാരിച്ചിരുന്നത്. സാധാ പരിപാടി ഒന്നും അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ കളർ പരിപാടി ഇരിക്കുന്നു. ഒരു തൂക്കല് നല്ല മസാലയുടെ മണം വരുന്നില്ല. അങ്ങനെ നമ്മളിത് ഇവിടെ നമ്മുടെ കറി ഓണായിക്കൊണ്ടിരിക്കട്ടെ. അതിനിടയിൽ ഞാൻ ചിക്കൻ ഇട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത്, പക്ഷെ ഞാൻ ക്യാമറ അവിടെ സ്റ്റാൻഡിൽ വെച്ചായിരുന്നു. പക്ഷെ ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. ക്യാമറ ഓണാക്കിയില്ലായിരുന്നു. ഞാനെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ക്യാമറ ഓണാക്കാൻ മാത്രം വിട്ടു. കുഴപ്പമില്ല. പക്ഷെ അല്ലേ, ഇതിനകത്ത് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചായിരുന്നു, തിളപ്പിച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. അത് ഇച്ചിരി കൂടിപ്പോയി. ഒരു 1/2 കപ്പായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ ഒരു 1/2 ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കപ്പ് കുറച്ച് വലുതായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതോടെ വെച്ചിട്ട് ഒരു 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം ഇടയിൽ.
നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് നൈസായിട്ട് അടിപൊളിയായി ഉണ്ടോന്ന്. കഴിച്ച് നോക്കട്ടെ. കഴിച്ച് ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആവാനായി. ഇനിയൊരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് ആയുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് ഇനി ആകെ ഒരു ചപ്പും നാരങ്ങ നീരോടെ ഒഴിക്കാനേ ഉള്ളൂ. അതോടെ നോക്കി സെറ്റ് ആക്കിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം ഗൈസ്. യെസ്, മോനെ വാറ് നീ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിലേക്ക് ആദ്യം മൊത്തത്തിൽ ഇച്ചിരി നാരങ്ങ നീരുണ്ട്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. വന്നതിന് ശേഷം കുറച്ച് ചപ്പിൻ്റെ ഇല. ഇതിനെൻ്റെ മോനെ ഗൈസ്, നോക്ക് ഗൈസ്, നമ്മുടെ ഇന്നത്തെ അധ്വാനമാണ് ഗൈസ് ഇത്. ഞാൻ ഇതൊന്ന് ഇളക്കി കേട്ടെ എന്നിട്ട് വരാം. ഞാൻ വിചാരിച്ചിരുന്നു നേരത്തെ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലായിരിക്കുന്നു, പക്ഷെ വെള്ളം കൂടിയിട്ടില്ല ഗൈസ്. പാകമല്ല, കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഞാനൊരു ചിക്കൻ കറി അല്ല, ചിക്കൻ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ സ്മെല്ല് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായിട്ട് തോന്നുന്നില്ല. ചിക്കൻ വെന്തിട്ടില്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ ചിക്കൻ കറി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കടല കണ്ട, ഇതിനിപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതിയോ? പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാം? ഇനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കാം, ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, കുഴപ്പമില്ല, വലിയ സംഭവമൊന്നുമല്ല, ജസ്റ്റ് കുഴപ്പമില്ല. എന്നാലും നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, സക്സസ് ആണ്. ഏതായാലും ഞാനിതില്ലേ മൊത്തം മസാലയൊക്കെ കൂടി അല്ലെങ്കിൽ എരിവൊക്കെ കൂടി ആകെ പണി പാടുമെന്ന് വിചാരിച്ചായിരുന്നു. എരിവ് കൂടുതൽ ഇല്ല, പണി പാടുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ നടന്നില്ല. അത് തന്നെയാണ് നമ്മുടെ വിജയം. എന്ത് തന്നെയാലും പെർഫോമൻസ് ഈസ് ദ പ്രൊഫഷൻ എന്നാണല്ലോ. നമ്മൾ അറ്റംപ്റ്റ് പാടില്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു പാത്രത്തിലാക്കി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അമ്മക്ക് വരുമ്പോൾ ഒന്ന് കാണട്ടെ. ഇതുവരെ കഴിക്കാത്തൊരു ഐറ്റം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനൊരു തൽക്കാലം ഒരു പേര് വിട്ടിട്ട് അമ്മയുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് നല്ലത്. ഇതൊരു പാത്രത്തിലാക്കണം ഗൈസ്. നല്ല പാത്രത്തിലേക്കാക്കി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവർക്കും ഒരു ഇതുണ്ടാവും. ഏത് ചൂടുള്ള സാധനമാകുമ്പോൾ പൊട്ടുന്ന പാത്രത്തിൽ ഇടുമോ ഗൈസ്? ചൂടുള്ള സാധനം പൊതുവെ ഇടാറില്ല, പക്ഷെ ഇത് അത്ര ചൂടില്ലല്ലോ, കുറെ ചൂടാറിയല്ലോ. എന്നിട്ടാ ഞാൻ വിചാരിച്ചിട്ട് ആകെ കുളന്തോണ്ടി ചിക്കൻ കറി കണക്കാവും, പക്ഷെ അങ്ങനെ ആയില്ല. അതായത് ചിക്കൻ കറി മീൻസ് കറിയായിട്ട് ആവും വിചാരിച്ചത്. പക്ഷെ ഇതിൽ ഗ്രേവി ഇല്ല കേട്ടാ, തീരെ ഇല്ല. ഇതിൻ്റെ കൂടെ അങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ ചില ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വല്ല പൊറോട്ടയോ അല്ലെങ്കിൽ വല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനത്തിലേക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചാൽ മതിയല്ലോ, എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. എന്തായാലും ഗൈസ്, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങൾ നോക്കൂ, കാണൂ, കണ്ണുകളൊക്കെ കാണൂ ഗൈസ്. അങ്ങനെ നമ്മളെ പണികൾ കഴിഞ്ഞില്ല, ഇനി ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഫുഡ് ഉണ്ടാക്കി ഞാൻ അവിടെ ആ പാത്രത്തിലേക്ക് ആക്കി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അമ്മയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അച്ഛനും വരുന്നുണ്ട്, രണ്ടുപേരുടെ റിയാക്ഷൻ ചോദിക്കാമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലേ. കുറച്ച് എരിവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ചോദിച്ചോക്കാം, അവരുടെ അടുത്ത് ചോദിച്ചോക്കാം. അമ്മയുടെ അടുത്താകുമ്പോൾ ജെന്യൂൻ ആയിട്ടുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വരാട്ടോ. ഇനി ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്കാകെ ഭ്രാന്ത് പിടിക്കും. അമ്മ ഇത് മൊത്തം നീറ്റാക്കി കൊണ്ടുനടക്കണം, അപ്പോൾ അതിങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ പരിപാടികൾ ഞാൻ തുടക്കലും പാത്രം കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, അപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി. ഞാൻ ഇതുവരെ ഇവരെ കാത്ത് നിൽക്കുകയായിരുന്നു. അതായത് ഇനി ഇവരുടെ റിയാക്ഷനൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കരുതിയിട്ട്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. പോയി നോക്കാട്ടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് പോയിട്ട് ചോദിച്ചു നോക്കാം. അമ്മ, നിങ്ങളെ അഭിപ്രായത്തിനാണ് വെയിറ്റ് ചെയ്യണത്. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. കഴിച്ചിട്ട് രസം ഉണ്ടെങ്കിൽ രസം ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ രസം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അച്ഛാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് കഴിച്ചു നോക്കാം,
എല്ലാം ഫ്രീ ആണ്, പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്രേവി കുറവല്ലേ, ഡ്രൈ ആയല്ലേ? സ്മെല്ലുണ്ട്. ഓക്കേനാ? ഉപ്പ് പുളി മധുരം എരിവിലുണ്ടോ കുറച്ച്? എന്താട് ആണല്ലേ? ഓക്കെ അല്ലേ? ഓ അപ്പൊ അച്ഛനമ്മക്ക് ഓക്കെ ഉണ്ടാവും. നമ്മള് വിചാരിച്ച എത്ര പാളിയിട്ടില്ല. സെറ്റ് ഞാൻ പറഞ്ഞില്ല, ഇത് സാധനം സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിതെല്ലാം പണ്ടേ വിട്ട സീനുണ്ട്. ഞാൻ വിചാരിച്ചത് ചിലപ്പോ വലിയതാവില്ല എന്നിട്ടാ, കാരണം ചൂടൊക്കെ പോയത്. എന്താ ആ ഞാൻ ഇനി സ്ഥിരമല്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തരല്ലേ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് സെറ്റായി. ഇനി ഇതും കൂട്ടിയിട്ട് ഫുഡ് അടിച്ചിട്ട് വേണം ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ അമ്മയുടെ റിയാക്ഷനോട് കഴിഞ്ഞിട്ട് എൻ്റെ കഴിക്കാന്ന് വിചാരിച്ചേട്ടാ. എന്തൊക്കെ അതിന്റെ പേരാ? ഇപ്പൊ പേരിപ്പോ എന്തേലും ഒരു പേരിട്ടോളി, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞാൻ ഈ കുക്ക് ചെയ്യണ തിരക്കിലേ പേരിടാൻ മറന്നുപോയി. സ്മെല്ലുണ്ടല്ലേ? ഇതല്ലേ സ്മെല്ലുണ്ട് നല്ല. ഇപ്പൊ അതായത് എന്താ ഇപ്പൊ തുറന്നപ്പോഴും നല്ല സ്മെല്ല്. സെറ്റ് സാധനം സക്സസ് ആണ്. എന്താ അപ്പൊ അത്ര ഉള്ളു. ഇനിയിപ്പോ ഇന്നത്തെ ഫുഡിന്റെ കൂടെ ചിക്കനും കൂടെ അടിച്ചിട്ട് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഇതോടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാൻ കരുതി നിന്നാട്ടാ. അപ്പൊ അത്ര ഉള്ളു ഗൈസ്. ഓക്കെ ബൈ.